PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ റിവിഷൻ ചെയ്യുന്നത് അന്താരാഷ്ട്ര ദിനങ്ങളും ദേശീയ ദിനങ്ങളുമാണ്. ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളും ദേശീയ ദിനങ്ങളും എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ അതാത് മാസം തന്നെ പഠിക്കുക. ഓരോ ദിവസത്തെ പ്രത്യേകത ഓരോ ദിവസം പഠിച്ചെടുത്ത് പതിയെ നമ്മൾ ഫുൾ 12 മാസത്തെയും എല്ലാ ദിവസത്തിൻ്റെ പ്രത്യേകതകളും, അത് അന്താരാഷ്ട്ര ദിനങ്ങളാണോ ദേശീയ ദിനങ്ങളാണോ എന്തായാലും അത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജൂൺ മാസത്തിലെ അന്താരാഷ്ട്ര ദിനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ജൂൺ 1, ജൂൺ 4, ജൂൺ 5, ജൂൺ 8, ജൂൺ 12, ജൂൺ 14, ജൂൺ 17, ജൂൺ 20, ജൂൺ 21, ജൂൺ 23, ജൂൺ 26. ഇത്രയും ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അന്താരാഷ്ട്ര ദിനങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ ദിനങ്ങൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അത് ജൂൺ 29 ദേശീയ ദിനങ്ങൾ. ജൂൺ 29 പ്രത്യേകത മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു തീയതികളിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ജൂൺ 1 ക്ഷീരദിനം, മാതാപിതാക്കളുടെ ആഗോള ദിനം. ക്ഷീരദിനം, മാതാപിതാക്കളുടെ ആഗോള ദിനം. 2 പ്രത്യേകതകളാണ് ജൂൺ 1 ക്ഷീരദിനം, മാതാപിതാക്കളുടെ ആഗോള ദിനം. ജൂൺ 1 തന്നെ ഈ ഒരു പ്രത്യേകത, ഈ 2 പ്രത്യേകതകളും പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റൊക്കെ തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നവർക്ക് പറയുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ്. അതാത് ദിവസത്തെ പ്രത്യേകത അതാത് ദിവസം തന്നെ പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നേരം നമുക്ക് ഈസിയായിട്ട് നമുക്ക് ജൂൺ മാസത്തെ മുഴുവനും പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ദിവസം പ്രത്യേകതയൊന്നുമില്ലാത്തൊരു ദിവസമാണെങ്കിൽ അതുവരെ പഠിച്ച അന്താരാഷ്ട്ര ദിനങ്ങൾ ദേശീയ ദിനങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിവൈസ് ചെയ്യുക. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സാമിന് നമ്മൾ മുൻപിൽ റാങ്ക് ലിസ്റ്റിൽ മുൻപിൽ വരും. എത്രത്തോളം സമയം മെനക്കെടുന്നുവോ അവരായിരിക്കും ഫസ്റ്റിൽ കയറുന്നത്. അതുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക. ജൂൺ 4 അക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്കുള്ള ദിനമാണ് ജൂൺ 4. അപ്പം ജൂൺ 4 തന്നെ അത് പഠിച്ചെടുക്കണം. അക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്കുള്ള ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം. ഒന്നുകൂടെ നോക്കിയാലോ. ജൂൺ 1 ക്ഷീരദിനം, മാതാപിതാക്കളുടെ ആഗോള ദിനം. ജൂൺ 4 അക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്കുള്ള ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ജൂൺ 17 മരുഭൂമി മരുവത്കരണ നിരോധന ദിനം. ജൂൺ 14 പ്രത്യേകത എന്താണ്? ലോക രക്തദാന ദിനം. ജൂൺ 17 പ്രത്യേകത മരുഭൂമി മരുവത്കരണ നിരോധന ദിനം. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ ജൂൺ 20 പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ. ലോക അഭയാർത്ഥി ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 21 ലോക യോഗ ദിനം, സംഗീത ദിനം. ജൂൺ 21 ലോക യോഗ ദിനം, സംഗീത ദിനം. ജൂൺ 23 UN പബ്ലിക് സർവീസ് ദിനം. ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. UN പബ്ലിക് സർവീസ് ദിനം, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ജൂൺ 23 UN പബ്ലിക് സർവീസ് ദിനം, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ജൂൺ 26 മയക്കുമരുന്ന് വിരുദ്ധ ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 21 ലോക യോഗ ദിനം, സംഗീത ദിനം. ജൂൺ 23 UN പബ്ലിക് സർവീസ് ദിനം, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ജൂൺ 26 മയക്കുമരുന്ന് വിരുദ്ധ ദിനം. അടുത്ത ഒരു പ്രത്യേകതയാണ് ദേശീയ ദിനങ്ങളിനകത്ത് ജൂൺ 29 പ്രത്യേകത സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം. അപ്പം ജൂൺ 1 2 പ്രത്യേകതകളുണ്ട്. ജൂൺ 4 2 പ്രത്യേകതയും ഇല്ല. അക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്കുള്ള ദിനം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജൂൺ 23 2 പ്രത്യേകതയുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഗ്രഹിച്ച് ജോലി നേടുവാൻ സാധിക്കട്ടെ. അടുത്തൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സൊക്കെ ഏകദേശം കഴിയാറായി. നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളം വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. തുടർന്നുകൊണ്ടേയിരിക്കും മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്.
എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിവൈസ് ചെയ്ത പോർഷനാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക.